ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയരെ, ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേദപുസ്തക രൂപീകരണത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായല്ലോ. അതിൻ്റെ തുടർച്ചയായി ചില ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അവസാനം പറഞ്ഞത് ദൈവവചനം എന്നത് രണ്ടർത്ഥത്തിലുണ്ട്. യേശുക്രിസ്തുവിനെ ദൈവവചനം എന്ന പേരിലാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആദ്യ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ആ വചനം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യരുടെ ഇടയിൽ വന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നതായ വചനങ്ങൾ യേശുക്രിസ്തു പറഞ്ഞതായ വചനങ്ങളും അല്ലെങ്കിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ആരെ വചനമെന്ന് പറഞ്ഞോ ആ ക്രിസ്തു പറഞ്ഞ വചനങ്ങളും ആ ക്രിസ്തുവിനെക്കുറിച്ച് അപ്പോസ്തലന്മാർ പറഞ്ഞതും എഴുതിയതുമായ കാര്യങ്ങളാണ് നമ്മൾ ദൈവവചനമായി നമ്മൾ കണക്കാക്കുന്നത്. വിശുദ്ധ സഭയിൽ നമ്മൾ ഏവങ്കേലിയോൻ സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ആരാധനയിൽ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരം ധരിച്ച ജീവനുള്ള വചനമാം ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് അല്ലെങ്കിൽ ശുശ്രൂഷാകാലത്ത് ഇപ്രകാരം സംഭവിച്ചു, അത് ഇപ്രകാരം അരുളി ചെയ്തു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അവിടെയും വചനമാം ദൈവമെന്നാണ് യേശുവിനെ വിളിക്കുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിളിൻ്റെ പ്രത്യേകത ആ യഥാർത്ഥ വചനമായ യേശു തമ്പുരാൻ പറഞ്ഞ വചനങ്ങളും ആ യേശുവിനെക്കുറിച്ച് പിന്നീട് അപ്പോസ്തലന്മാർ പറഞ്ഞതായ കാര്യങ്ങളുമാണ് ഇന്ന് നമുക്ക് നേരിട്ട് വായിക്കാനും കാണാനും പറ്റുന്നത് മാത്രമാണ്. സ്ത്രീഹന്മാർക്ക് അന്ന് കർത്താവിനെ നേരിൽ കാണാനും കേൾക്കാനും സ്പർശിക്കാനും ഒക്കെയുള്ള അവസരം കിട്ടി. പക്ഷെ നമുക്കത് ഇന്ന് അങ്ങനെ നമുക്ക് ലഭ്യമല്ല. നമുക്കിന്നത് സാധ്യമാകുന്നത് വിശുദ്ധ ബൈബിൾ വായനയിലൂടെയാണ്. ബൈബിൾ വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിലൂടെ ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ അത് ചിന്തിക്കുന്നത്, കർത്താവ് സ്ത്രീഹന്മാരെ അയക്കുന്നു, നിങ്ങൾ ലോകം പോയി സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം, നിങ്ങൾ ലോകം എങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിപ്പിൻ എന്ന് പറഞ്ഞ് കർത്താവ് സ്ത്രീഹന്മാരെ അയക്കുമ്പോൾ അവരുടെ കയ്യിലൊരു ബൈബിൾ കൊടുത്തു വിട്ടില്ല. അവരാരും ബൈബിളിൽ നിന്നല്ല പ്രസംഗിച്ചത്. യേശു ഒരു പുസ്തകം എഴുതുകയോ എഴുതണമെന്ന് സ്ത്രീഹന്മാരോട് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ആ സ്ത്രീഹന്മാർ യേശുവിനെക്കുറിച്ച് പറഞ്ഞതും യേശു പറഞ്ഞുവെന്ന് പറഞ്ഞ് അവരെഴുതിയതുമായ കാര്യങ്ങളാണ് വിശുദ്ധ ബൈബിളായിട്ട് പിന്നീട് രൂപാന്തരപ്പെട്ടത്. AD 30-34 വർഷങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശമരണം സംഭവിക്കുന്നു, പുനരുദ്ധാനവും സംഭവിച്ചു. AD 100-നും 110-നും ഇടയ്ക്കാണ് ബൈബിൾ ഏകദേശം ഇത് ക്രോഡീകരിക്കുന്നത്. AD 55-ന് 60 കാലഘട്ടങ്ങളിൽ മുതലാണ് ബൈബിൾ ആദ്യമായി, പുതിയ നിയമം ആദ്യമായി എഴുതാൻ സ്ത്രീഹന്മാർ ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് പെന്തിക്കോസ്ത് ദിവസം മുതൽ സഭ ആരംഭിച്ചു. ആ സഭയിലാണ് ബൈബിൾ എഴുതപ്പെട്ടതും ക്രോഡീകരിക്കപ്പെട്ടതും ഇത് ദൈവവചനമാണെന്ന് നമ്മളോട് പറഞ്ഞതും പരിശുദ്ധ സഭയാണ്. അപ്പോൾ സഭയുടെ ഏറ്റവും വലിയ പാരമ്പര്യവും ഏറ്റവും വലിയ സമ്പത്തുമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബൈബിളിൽ നിന്നല്ല സഭ രൂപപ്പെട്ടത്, സഭയിലാണ് വിശുദ്ധ ബൈബിൾ രൂപപ്പെട്ടത്. ആ സത്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഇനി ഈ ബൈബിള് ഇങ്ങനെ എഴുതാനുള്ള, പുതിയ നിയമം എഴുതാനൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പുനരുദ്ധാനം ചെയ്ത കർത്താവ് സ്ത്രീഹന്മാരോടൊപ്പം
പല പ്രാവശ്യം കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. 40 ദിവസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ സ്ലീഹന്മാർ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു. അപ്പോൾ മാലാഖ അവരോട് അത് പറയുന്നുണ്ട്, അല്ലെ അവരെ അറിയിക്കുന്നുണ്ട്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? അവൻ പോയതുപോലെ വീണ്ടും വരും. അപ്പോൾ സ്ലീഹന്മാർ വാസ്തവത്തിൽ അക്കാലത്ത് വിശ്വസിച്ചിരുന്നത് അവരുടെ കാലത്ത് തന്നെ, അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് രണ്ടാമത് വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. കാരണം മാലാഖ അങ്ങനെയാണല്ലോ പറഞ്ഞത്, പോയതുപോലെ വീണ്ടും വരും. അപ്പോൾ തങ്ങളുടെ കാലത്ത് തന്നെ കർത്താവ് വീണ്ടും വരുമെന്നൊരു പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല കർത്താവ് ഇതിനു മുൻപ് സ്ലീഹന്മാരോട് ക്രൂശുമരണത്തിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പോകും, ഞാൻ പോയതിന് ശേഷം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരും, അവൻ സകല സത്യത്തിലേക്ക് നിങ്ങളെ വഴി നടത്തും, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുകയാണ്, ഞാൻ സ്ഥലമൊരുക്കിയ ശേഷം വന്ന് നിങ്ങളെ ഞാൻ ചേർത്തുകൊള്ളും, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ ഇരുത്തും എന്നൊക്കെ സ്ലീഹന്മാരോട് പറഞ്ഞത് അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ കാലത്ത് തന്നെ കർത്താവ് വന്ന് അവരെ ചേർത്തുകൊള്ളും എന്നവർ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം എല്ലാവരും ആദിമസഭയിലെ വസ്തുവകകൾ പൊതുവകയിൽ നിന്നാനുള്ള കാരണം കർത്താവ് വരും, കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് ഞങ്ങളെ ചേർത്തുകൊള്ളും. അപ്പോൾ പിന്നെ ഇനി ഭൂമിയിൽ എന്തിനാണ് വസ്തു, ഈ ഭൂമിയിൽ എന്തിനാണ് ആ ഭവനം, ഇവിടെ എന്തിനാണ് സമ്പത്ത്? അപ്പം അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിക്കുന്ന ആദ്യകാലത്ത് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഒന്നിച്ചു കൂടുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, അപ്പം തുറക്കുന്നു, വിശുദ്ധ കുർബാന. അന്ന് ഇതുപോലെ പള്ളികളോ ത്രോണോസുകളോ ഒന്നും അവർക്കില്ലല്ലോ. അവർ കൂടുന്ന ഭവനങ്ങളിൽ ഈ വിശുദ്ധ കർത്താവ് മർക്കോസിൻ്റെ മാളികയിൽ ചെയ്തതുപോലെ ആ അപ്പം നുറുക്കിയ പെസഹായുടെ അപ്പം പോലെ അത് അവർ വിശുദ്ധ കുർബാന അവരവിടെ ആരംഭിച്ചു, അതനുഭവിക്കുന്നു. അതിനുശേഷം ഭക്ഷണം കഴിക്കുവാൻ ഓരോരുത്തരും വസ്തുവകകൾ വിറ്റ തുക അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവരുന്നു. അതിൽ നിന്ന് എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നു. അപ്പം അങ്ങനെ ചെയ്തപ്പോഴാണ് അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അനന്യാസും സഫീറ എന്ന് പറഞ്ഞ ദമ്പതികൾ അവരവരുടെ വസ്തുവകകൾ വിറ്റു അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്നു. അതിൽ കുറച്ച് പണം അവർ മാറ്റിവെച്ചു. കാരണം കർത്താവ് വരുമെന്ന് പറഞ്ഞ് വന്നില്ലെങ്കിൽ എങ്ങനെ ജീവിക്കുമെന്നുള്ള ചിന്ത അവരെ ഭരിച്ചതാവാം. പക്ഷെ പത്രോസ് ശ്ലീഹായോട് അവർ വന്ന് അത് കള്ളം പറഞ്ഞപ്പോൾ അത് പരിശുദ്ധാത്മാവിനെതിരായി അവർ ആ കള്ളം പറഞ്ഞു എന്ന പേരിൽ അവരവിടെ വീണ് മരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ അവരത് പൊതുവകയെ നേടാനുള്ള ഒരു കാരണം അതായിരിക്കണം. പോട്ടെ, അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോവുകയാണ്. കർത്താവിനെ നേരിൽ കണ്ടവരും തൊട്ടവരും അല്ലെങ്കിൽ കർത്താവിനെ നേരിൽ കേട്ടവരൊക്കെ ഓരോരുത്തരായി മരിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരും മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് കർത്താവിനെക്കുറിച്ച് എങ്ങനെയാണ് അടുത്ത തലമുറകൾ അറിയുക? അപ്പം അതിനെപ്പറ്റി ചിന്തിച്ചാകണം അവർ എഴുതണമെന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് വന്നതെന്ന് നമുക്ക് വിചാരിക്കാം. എഴുതുമ്പോൾ എല്ലാവർക്കും എഴുതാനുള്ള കഴിവില്ലല്ലോ. ഇന്നാണെങ്കിൽ തന്നെ നമുക്കറിയാം, ചില ആളുകൾക്ക് പറയാനുണ്ട്, കഴിവുണ്ട്, പ്രസംഗിക്കാനുണ്ട്, പാട്ടുപാടാൻ കഴിവുണ്ട്. എഴുതാൻ കഴിവുള്ളവർ വളരെ കുറച്ച് പേരെ കാണുകയുള്ളൂ. അപ്പം അതുകൊണ്ട് എഴുതാൻ കഴിവുള്ള ആളുകളൊക്കെ അക്കാലത്ത് ഒരു കർത്താവിന് ശേഷം 10, 30, 35 വർഷങ്ങൾക്ക് ശേഷമാണ് അവരിത് എഴുതാനായിട്ട് ആരംഭിക്കുന്നത്. കർത്താവ് ചെയ്ത കാര്യങ്ങളും കർത്താവിൻ്റെ ആ ജനനത്തെക്കുറിച്ചും കർത്താവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും പീഡാനുഭവത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചൊക്കെ പിന്നീടായിരിക്കണം അവരെഴുതാനായിട്ട് ആരംഭിച്ചത്. അപ്പം അങ്ങനെ എഴുതാൻ ആരംഭിക്കുമ്പോൾ അവരുടെ ഓർമ്മയിൽ നിന്നാണ് അവരിതൊക്കെ എഴുതുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പക്ഷേ അങ്ങനെ അവരെഴുതാൻ ആരംഭിച്ചതും പല സ്ഥലത്തിൽ നിന്ന് പല ആളുകളാണ് അത് എഴുതുന്നത്. അവർ പരസ്പരം ആലോചിച്ചിട്ടല്ല ഓരോ പുസ്തകങ്ങൾ എഴുതിയെന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് വിശദീകരണങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ കാലങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് കർത്താവിനെ കാണുന്നില്ല.
അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ജനങ്ങളുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ നിരാശയും ദുഃഖവും ഒക്കെ ഉണ്ടായി കാണണം. അപ്പോൾ പത്രോസ് ശ്ലീഹ അവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു ഭാഗം 2 പത്രോസ് 3-ൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 2 പത്രോസ് 3-ൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാം. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ ഇത് പത്രോസ് ശ്ലീഹ പറയുന്നുണ്ട്, പഴയ ആകാശവും ഭൂമിയും ഒക്കെ ജലപ്രളയത്താൽ നശിച്ചുപോയി, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും ഒക്കെ തീക്കായിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇത് പത്രോസ് ശ്ലീഹ 8-ാമത്തെ വാക്യം മുതൽ അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ആകാം. അപ്പോൾ പത്രോസ് ശ്ലീഹ പറഞ്ഞത് മാനുഷികമായ കണക്കുകൾക്കും കലണ്ടറുകൾക്കും വിധേയമായിട്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പോൾ കർത്താവ് വരുമെന്ന് പറഞ്ഞു, പക്ഷേ എപ്പോൾ വരുമെന്ന് നമുക്ക് നിശ്ചയിക്കാനാവില്ല. ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ആകാം. ഒരു ദിവസം 1000 സംവത്സരമായി നമ്മൾ കണക്കാക്കിയാൽ യേശുതമ്പുരാൻ ഇപ്പോൾ സ്വർഗാരോഹണം ചെയ്തിട്ട് കോടാനുകോടി വർഷങ്ങളായി എന്ന് പറയേണ്ടി വരും. കാരണം ഒരു ദിവസം 1000 സംവത്സരമാണെങ്കിൽ 30 ദിവസം 30,000 സംവത്സരമായി അല്ലേ? 100 ദിവസമായപ്പോൾ 1 കോടിയായി. നമുക്കപ്പോൾ കണക്ക് കൂട്ടാനാവില്ല 2000 വർഷത്തെ. എന്നാൽ 1000 സംവത്സരം ഒരു ദിവസം പോലെ ആണെങ്കിൽ കണക്കാക്കിയാൽ യേശുതമ്പുരാൻ സ്വർഗാരോഹണം ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. 2000 വർഷമല്ലേ കഴിഞ്ഞുള്ളൂ. ഇതിൽ ഏതാണ് കലണ്ടർ, ഏതാണ് കണക്ക്? അതുകൊണ്ട് മാനുഷികമായ കലണ്ടറുകൾക്കും കണക്കുകൾക്കും വിധേയമല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് കാലത്തികവിൽ അവൻ കന്യകയിൽ നിന്ന് ഗർഭം ധരിച്ചു എന്നാണ്. ഏതാണ് ഈ കാലത്തികവ്? ഏതിൽ നിന്ന് മനുഷ്യൻ പുറത്തു പോയ സമയത്ത് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ് ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതയ്ക്കുമെന്ന്. ആ സ്ത്രീയുടെ സന്തതിയായി യേശുതമ്പുരാൻ വന്ന് പിശാചാകുന്ന സർപ്പത്തിൻ്റെ തല ചതയ്ക്കുന്നത് അതിനുശേഷം എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് ദൈവത്തിൻ്റേതാണ് ആ കാലം, അത് ദൈവമാണത് നിശ്ചയിക്കുന്നത്. എന്നിട്ട് അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ പറയുന്നത് ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ആകാം. പിന്നെ എന്തുകൊണ്ട് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നു എന്നതിന് അവിടെ പത്രോസ് ശ്ലീഹ പറയുന്ന ഒരു വിശദീകരണമുണ്ട്. കർത്താവ് താമസിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ എല്ലാവരും മാനസാന്തരപ്പെടാൻ വേണ്ടി അവൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. എല്ലാ മനുഷ്യരും മാനസാന്തരപ്പെട്ട് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ തക്കവണ്ണം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നത് കൊണ്ടാണ് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നതെന്ന് പത്രോസ് ശ്ലീഹ അവിടെ പറയുന്നതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കർത്താവിൻ്റെ വരവ് താമസിക്കാനുള്ള കാരണം മാനുഷികമായ കലണ്ടറുകൾക്ക് വിധേയമായിട്ടല്ല, എന്നാൽ അത് ദൈവികമായ പദ്ധതിയാണ്. ആ കാലവും സമയമൊക്കെ നിശ്ചയിക്കാൻ അധികാരമുള്ളവൻ ദൈവം മാത്രമാണ്. കർത്താവ് രണ്ടാമത് വരുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എല്ലാവർക്കും അത് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദപുസ്തകത്തെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇതിനോട് ചേർന്ന് മനസ്സിലാക്കണം. കർത്താവിൻ്റെ 12 ശിഷ്യന്മാർ കർത്താവിനെ നേരിൽ കാണുകയും കേൾക്കുകയും തൊട്ടു നോക്കുകയും ഒക്കെ ചെയ്ത യോഹന്നാൻ ശ്ലീഹ പറഞ്ഞ പോലെ ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതുമായ സത്യം നിങ്ങളെ അറിയിക്കുന്നതാണല്ലോ. അങ്ങനെ നേരിൽ കണ്ട് കർത്താവിൻ്റെ കൂടെ നടന്ന് കർത്താവിനെ കേട്ട എത്ര ശിഷ്യന്മാരുടെ എഴുത്തുകൾ വിശുദ്ധ ബൈബിളിലുണ്ട്? വെറും 3 പേരുടെ എഴുത്തുകൾ മാത്രമേ വിശുദ്ധ ബൈബിളിലുള്ളൂ. ഒന്ന് വിശുദ്ധ മത്തായി, ഒന്ന് വിശുദ്ധ യോഹന്നാൻ, 3 വിശുദ്ധ പത്രോസ്. 12 ശിഷ്യന്മാരിൽ യൂദോസ് കറിയാത്ത നമുക്കറിയാം കർത്താവിനെ ഒറ്റുകൊടുത്ത് അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു. ബാക്കി 11 പേരുണ്ടായിരുന്നു. ബാക്കി അതിൽ 3 പേര് എഴുതിയിട്ടുണ്ട്.
വിശുദ്ധ ബൈബിളിൽ യാക്കോബിൻ്റെ ലേഖനമെന്നും യൂദായുടെ ലേഖനമെന്നും പറയുന്നുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യാക്കോബും യൂദായും ഒക്കെ ഉണ്ട്. അത് ശിഷ്യന്മാരായ യാക്കോബും യൂദായുമല്ല, കർത്താവിൻ്റെ സഹോദരന്മാരെന്നറിയപ്പെടുന്ന കർത്താവിൻ്റെ കസിൻസായ യാക്കോബും യൂദായുമാണത്. കാരണം അവർ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ അവർ കർത്താവിൽ വിശ്വസിച്ചവരല്ല. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യവും 1 കൊരിന്ത്യർ 15:7 നമ്മളൊന്ന് വായിക്കുക. അപ്പോൾ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ കർത്താവിൽ വിശ്വസിച്ചിരുന്നില്ല. കാരണം പിന്നെ യാക്കോബ് ശ്ലീഹ കർത്താവിൽ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ പുനരുദ്ധാന ശേഷം കർത്താവ് തന്നെ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ അവരതിന് ശേഷമാണ് ആ ലേഖനങ്ങളൊക്കെ അവരെഴുതാൻ കാരണമായിട്ട് ഇത് തീർന്നത്. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരിൽ 3 പേരുടെ എഴുത്തുകളേ ഉള്ളൂ. ബാക്കി ശിഷ്യന്മാരുടെ എഴുത്തുകളൊന്നും വിശുദ്ധ ബൈബിളിൽ നമുക്ക് ലഭ്യമല്ല. അന്ത്രയോസ്, പീലിപ്പോസ്, തോമാസ്, ബർത്തോലോമായി, തദ്ദായി, എരിവുകാരനായ ശീമോന്, സെബദിപുത്രനായ യാക്കോബ്, അൽഫായുടെ മകനായ യാക്കോബ്, ഇവർ ഒക്കെ യേശുവിനെക്കുറിച്ച് പറയുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും ബൈബിളിൽ നമുക്ക് ലഭ്യമല്ല. AD 52 തോമാസ് ശ്ലീഹ മലങ്കരയിൽ വന്ന് ഇവിടെ സുവിശേഷം അറിയിച്ചുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. തോമാസ് ശ്ലീഹ മലങ്കരയിൽ വന്ന് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞതോ പഠിപ്പിച്ചതോ ആയ ഒരു കാര്യങ്ങളും വേദപുസ്തകത്തിൻ്റെ താള് മറിച്ചാൽ നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ മറ്റ് അപ്പോസ്തലന്മാർ കർത്താവിനെക്കുറിച്ച് പറഞ്ഞതും പഠിപ്പിച്ചതും പ്രസംഗിച്ചതൊക്കെ എവിടെ? അതാണ് സഭയിൽ ജീവിക്കുന്ന പാരമ്പര്യങ്ങളായിട്ട് നിലനിൽക്കുന്നത്. സഭയിൽ ജീവിക്കുന്ന പാരമ്പര്യങ്ങളായിട്ട് അതിന് നമ്മൾ പറയുന്നത് ടീച്ചിങ്സ് ഓഫ് അപ്പോസ്റ്റൽസ് എന്ന് പറയും. അതിന് ഗ്രീക്ക് പറയുന്ന പേരാണ് ഡിഡാക്കെ എന്ന് പറഞ്ഞ പേരിൽ പുസ്തകങ്ങളുണ്ട്. അത് വായിച്ച അപ്പോസ്തലന്മാരുടെ ടീച്ചിങ്സാണത്. അപ്പോസ്തോലികമായ പഠിപ്പിക്കലാണ്. പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ സഭയിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റു പല കാര്യങ്ങളും വിശുദ്ധ ബൈബിളിൽ എവിടെ പറഞ്ഞിരിക്കുന്നു? ബൈബിളിൽ അതില്ല, അത് രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും എഴുതാനുള്ള കഴിവുണ്ടോ? എഴുതാനുള്ള സാഹചര്യമുണ്ടോ? ആദിമ നൂറ്റാണ്ടിലെ പ്രശ്നം എന്താണ്? യേശുവിൻ്റെ പേര് പറയുന്നവരെ പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്യുകയാണ്. പ്രാണരക്ഷാർത്ഥം അവർ ഓടിപ്പോവുകയാണ്. ആ ഓടിപ്പോകുമ്പോൾ വനാന്തരങ്ങൾക്കുള്ളിലോ പാറയിടുക്കുകൾക്കുള്ളിലോ ഗുഹകൾക്കുള്ളിലോ ഒക്കെ ഒളിച്ചിരുന്ന് എഴുതാൻ പറ്റുന്നവരെ അവരുടെ കഴിവനുസരിച്ച് അതൊക്കെ എഴുതി വെച്ചു. അതുമാത്രമാണ് നമുക്കിന്ന് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇത് വേദപുസ്തകത്തിന് തുല്യമായി സഭ കണക്കാക്കുന്നതാണ് ടീച്ചിങ്സ് ഓഫ് അപ്പോസ്റ്റൽസ്, അപ്പോസ്തോലികമായ പഠിപ്പിക്കലുകൾ. ഡിഡാക്കെ എന്ന് പറയുന്ന 2-3 വോളിയമുണ്ട്. അതൊക്കെ വായിക്കാൻ പറ്റുന്നവർക്ക് വാങ്ങി വായിച്ചാൽ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേദപുസ്തകത്തിൽ ഇല്ലാത്തെന്ന് പറഞ്ഞെങ്കിൽ മനസ്സിലാക്കാം. വേദപുസ്തകത്തിൽ സഭയുടെ പ്രാരംഭ ദശയിലെ കാര്യങ്ങൾ മാത്രമാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് ശേഷമുള്ളതൊന്നും വിശുദ്ധ ബൈബിളിൽ വന്നിട്ടില്ല. അതിനുശേഷം ദൈവം സഭയിൽ ഇടപെട്ടതും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ബൈബിളിൻ്റെ പേജ് മറിച്ച് നമുക്ക് കിട്ടത്തില്ല. കാരണം കർത്താവ് സ്ത്രീഹന്മാരോട് പറഞ്ഞത് ഇപ്പോൾ ഓർക്കണം, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരും, അവൻ സകല സത്യത്തിലേക്കും നിങ്ങളെ വഴി നടത്തുമെന്നാണ് പറഞ്ഞത്, നടത്തിയെന്നല്ല. അതിനുശേഷം പരിശുദ്ധാത്മാവ് ഭൂമിയിൽ സ്ത്രീഹന്മാരെ, അപ്പോസ്തലന്മാരെ, സഭാപിതാക്കന്മാരെ ഒക്കെ വഴി നടത്തി അവർക്ക് വേണ്ടതായ ശക്തിയും വെളിപ്പെടുത്തലുകളൊക്കെ കൊടുത്ത് അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും വേദപുസ്തകത്തിലില്ല. നമുക്കറിയാം, എല്ലാ കാര്യത്തിനും ഒരു വളർച്ചയുണ്ട്. സഭയ്ക്കും ഒരു വളർച്ചയുണ്ട്. നമുക്കറിയാം, ആദ്യമായി നമ്മുടെയൊക്കെ അപ്പന്മാരുടെ കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്ന ഭവനം വെറും ഓല മേഞ്ഞതായിരുന്നു. പിന്നെ അത് ഓടായി, ഇപ്പോൾ വാർക്ക കെട്ടിടങ്ങളായി, അല്ലേ? പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന രീതിയും എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു വളർച്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വളർച്ച പരിശുദ്ധ സഭയ്ക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേദപുസ്തകത്തെ വില കുറിച്ച് കാണാൻ വേണ്ടി പറയുന്നതല്ല. വേദപുസ്തകം നമുക്കിപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്ന രേഖാപരമായതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ
ഇപ്പോൾ പറഞ്ഞ പോലെ ജീവിക്കുന്ന പാരമ്പര്യങ്ങളായി സഭയിൽ ഇത് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ യഹോവയായ ദൈവം ഇസ്രായേലിന് പറഞ്ഞൊരു ഭാഗം 78-ാം സങ്കീർത്തനത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 78-ാം സങ്കീർത്തനം 5 മുതലുള്ള വാക്യങ്ങൾ. അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, സിയോനിൽ ഒരു ന്യായപ്രമാണത്തെ നിയമിച്ചു. നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു. വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ സാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോടെ അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. അപ്പോൾ യാക്കോബിൽ സ്ഥാപിച്ച സാക്ഷ്യം, ആ നിയമങ്ങളൊക്കെ പിതാക്കന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. എന്തിനാ? ഒന്ന്, അവർ ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കണം, ഭയരഹിതമായിട്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കണം, തങ്ങളുടെ പിതാക്കന്മാരെ പോലെ സാഠ്യമുള്ള അല്ലെങ്കിൽ മത്സരമുള്ള ഒരു തലമുറയായി അവർ തീരാതിരിക്കേണ്ടത് തന്നെ. അപ്പോൾ ആ കാലങ്ങളിലൊക്കെ അത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തും, അത് ഞാൻ പറഞ്ഞ ലിവിങ് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് അവർ ഹാൻഡൽ ഓവർ ത്രൂ ജനറേഷൻ, തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ പാരമ്പര്യങ്ങളെന്ന് പറയുക. അപ്പോൾ എഴുതപ്പെട്ടത് മാത്രമല്ല പാരമ്പര്യം, അല്ലാതെ ജീവിക്കുന്ന പാരമ്പര്യങ്ങളുമുണ്ട്, കണ്ടും കേട്ടും പ്രവർത്തിച്ചും പോകുന്നതായ പാരമ്പര്യങ്ങളുണ്ട്. അപ്പോൾ അതും ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്, അപ്പസ്തോലന്മാരുടെ ഒക്കെ ആ പഠിപ്പിക്കലുകളൊക്കെ സഭയിലുണ്ട്. അതിനെയും നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇതിൻ്റെ ആമുഖം അവസാനിപ്പിക്കാം. അത് മറ്റൊന്നുമല്ല, വിശുദ്ധ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങൾക്കും തുല്യ പ്രാധാന്യം സഭാപിതാക്കന്മാർ നൽകിയിരുന്നില്ല. പഴയ നിയമം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു നിഴലായിട്ടാണ്. കാരണം പുതിയ നിയമം നമുക്ക് മനസ്സിലാകണമെങ്കിൽ പഴയ നിയമം നമ്മൾ പഠിക്കണം. ദൈവം ഭൂതലത്തെ സൃഷ്ടിച്ചതും മനുഷ്യനോട് ഇടപെട്ടതും കൊടുത്തതായ വാഗ്ദത്ത പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളും അതിനുശേഷം യേശുവിൻ്റെ മനുഷ്യാവതാരം ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമം നമ്മൾ പഠിച്ചേ മതിയാവും. ആ രീതിയിലാണ് പഴയ നിയമത്തെ നമ്മൾ കാണുക. എന്നാൽ അതിൻ്റെ ഫലമാണ് വാസ്തവത്തിൽ, അതിൻ്റെ പൂർണ്ണതയാണ് പുതിയ നിയമത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പിതാക്കന്മാർ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. വൃക്ഷത്തിന് മണ്ണിനടിയിലോട്ടുള്ള ഭാഗമുണ്ട്, മണ്ണിന് മുകളിലേക്കുള്ള ഭാഗമുണ്ട്. മുകളിലേക്കുള്ള ഭാഗത്താണ് വൃക്ഷത്തെ കാണാൻ പറ്റുന്നതും ഫലം കാണാൻ പറ്റുന്നതും യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ പറ്റുന്നതും. മണ്ണിനടിയിലുള്ളത് വേരാണ്. ആ വേരില്ലെങ്കിൽ പിന്നെ വൃക്ഷമില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ സഭയിൽ പഴയ നിയമം നമ്മൾ അപ്പോൾ പഴയ നിയമം അനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത്, പഴയ നിയമത്തിലെ പ്രമാണങ്ങൾ അനുസരിച്ചല്ല ജീവിക്കുന്നത്, പുതിയ നിയമ പ്രമാണങ്ങൾ അനുസരിച്ചാണ് ജീവിക്കുന്നത്. പക്ഷേ പഴയ നിയമം നമ്മൾ ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം അതാണ്. വേദപുസ്തകത്തിൽ നമുക്കറിയാം, അതിനകത്ത് ചരിത്രങ്ങളുണ്ട്, യുദ്ധത്തിൻ്റെ കഥകളുണ്ട്, പാപത്തിൻ്റെ വിശദീകരണങ്ങളുണ്ട്, അനുതാപത്തിൻ്റേതായ കാര്യങ്ങൾ പറയുന്നുണ്ട്, സ്തുതിഗീതങ്ങൾ, സങ്കീർത്തനങ്ങളുണ്ട്, ജ്ഞാനത്തിൻ്റെ ഉണ്ട്, വെളിപാടുണ്ട്, യാചനയുണ്ട്, പിന്നെ ലേഖനങ്ങളിലൊക്കെ പഠിപ്പിക്കലുകളുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. എന്നാൽ സഭയിൽ മനുഷ്യരുടെ കയ്യിൽ വേദപുസ്തകം ലഭിക്കുന്നതിന് മുൻപ് പ്രാധാന്യമനുസരിച്ച് വായനകൾ വരെ ക്രമീകരിച്ച് തന്ന ഒരു സഭയാണ് പരിശുദ്ധ സുറിയാനി സഭ. വേദപുസ്തകത്തിലെ പുസ്തകങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് അവ നമുക്ക് വേർതിരിച്ച് തന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ പള്ളിയിലൊക്കെ നമ്മൾ പ്രഭാത പ്രാർത്ഥന ആരാധനയിൽ അവിടെ ചെല്ലുന്നു. പ്രഭാത പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ മുതൽ നമ്മൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, സങ്കീർത്തനങ്ങൾ വായിക്കുന്നു, പാട്ടുപാടുന്നു. അതിൻ്റെ സമാപനത്തിൽ നമ്മൾ പഴയ നിയമം വായിക്കാറുണ്ട്. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുൻപ് പഴയ നിയമം വായിക്കുന്നത് എവിടെ നിന്നാണ് വായിക്കുന്നത്? എന്നെങ്കിലും പള്ളികളിൽ വിശുദ്ധ മദ്ബഹായിൽ നിന്ന് പഴയ നിയമം വായിച്ച് നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ?
ഒരിക്കലും വിശുദ്ധ മദ്ബഹായിൽ നിന്ന് പഴയ നിയമഭാഗങ്ങൾ വായിക്കുകയില്ല. അത് വായിക്കുന്നത് ഹൈക്കലായിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അഴിക്കകത്ത് നിന്നുകൊണ്ട് വായിക്കുന്നു. അപ്പം ഇത് വായിക്കുന്ന സമയത്ത് ഇതുവരെ നിന്ന് പ്രാർത്ഥിച്ച ജനങ്ങളൊക്കെ ഇരിക്കുകയാണ്. ഇരുന്ന് അത് കേട്ടാൽ മതി. കാരണം അത് കഴിഞ്ഞുപോയ സംഭവങ്ങളാണ്. അത് നമ്മൾ അതിനെ ഒരു നിഴലായിട്ട് കാണുന്നത് കൊണ്ടാണ്. നമ്മൾ ശ്ലീഹ വായിക്കുന്നത് എവിടെ നിന്നാണ്? അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകൾ അതിനേക്കാൾ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ സ്റ്റെപ്പുകളിൽ നിന്നുകൊണ്ടാണ് വായിക്കുന്നത്. എന്നാൽ സുവിശേഷ ഭാഗം എവിടെ നിന്ന് നമ്മൾ വായിക്കുന്നു? ഈ സ്റ്റെപ്പിൽ നിന്ന് ശ്ലീഹ വായിക്കുമ്പോൾ ഇരിക്കാൻ അവകാശമുണ്ട്. പിന്നെ വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് ഒരു ഗീതം പാടി അല്പം വായിക്കുന്ന സമയം ഇരുന്നിട്ട് എഴുന്നേക്കാൻ മാത്രം സമയമില്ലല്ലോ, അതുകൊണ്ടങ്ങ് നിൽക്കുകയാണ്. എന്നാൽ പ്രധാനപ്പെട്ട പെരുന്നാളുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇരുത്തിക്കൊണ്ടാണ് ശ്ലീഹ വായിക്കുക. ഈസ്റ്ററിൻ്റെ പെരുന്നാളുകളും പെന്തിക്കോസ്തിലെ പെരുന്നാളുകളും ഒക്കെ കണ്ടിട്ടില്ലേ? ആ സമയത്തൊക്കെ നമ്മൾ അവിടെ ഇരിക്കുകയാണ്. വിശ്വാസികൾ ഇരുത്തിക്കൊണ്ടത് വായിക്കും. എന്നാൽ വിശുദ്ധ ഏവൻഗേലിയോൻ സുവിശേഷ ഭാഗം വായിക്കുന്നത് എവിടെ നിന്നാണ്? സുവിശേഷ ഭാഗം എപ്പോഴും വായിക്കുന്നത് വിശുദ്ധ മദ്ബഹായിൽ നിന്നുകൊണ്ടാണ്. ഇത് വായിക്കുന്ന സമയത്ത് ഇരിക്കുന്നവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കും, അല്ലേ? എല്ലാവരും എഴുന്നേറ്റ് നിന്നാണ് നമ്മളിത് കേൾക്കുന്നത്. അവിടെ പ്രഖ്യാപനം നടത്തും. മടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ഉണ്ടല്ലേ? എന്തോരം ഇതായിട്ട് ആഹ്വാനമാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മണിയടിച്ച് മറുവോശ മാലാഖമാരെ സൂചിപ്പിക്കുന്ന മറുവോശ ഒക്കെ കിലുക്കി വളരെ ആഘോഷപൂർവ്വം എന്ന് പറഞ്ഞാൽ ആ വേദഭാഗം, ആ 4 സുവിശേഷ ഭാഗങ്ങൾ ഇന്ന് കർത്താവ് നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നതായി തന്നെ നമ്മൾ കണക്കാക്കുന്നത് കൊണ്ടാണ് ആ രീതിയിൽ ആ ഭാഗത്തെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് ശുശ്രൂഷകളിലും ഏവൻഗേലിയോൻ വായിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. അന്നേരം ധൂപക്കുറ്റി വീശുന്നു. നോക്കിയേ, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വളരെ ഭക്തിപരസ്പരം കർത്താവ് സംസാരിക്കുകയാണ്. അത് ഏതച്ഛൻ വായിച്ചാലും ഏത് ആൾ വായിച്ചാലും എല്ലാം കർത്താവ് സംസാരിക്കുന്ന പോലെ തന്നെ ആ ഭാഗത്തെ നമ്മൾ കാണുന്നതുകൊണ്ടാണ് എഴുന്നേറ്റ് നിന്ന് ഭക്തിപുരസ്സരം നമ്മളതിനെ കൈക്കൊള്ളുന്നത്. അത്രയും പ്രാധാന്യം മറ്റ് പ്രാധാന്യം ഇല്ലെന്നല്ല, ഞാൻ പറഞ്ഞ പ്രാധാന്യം അനുസരിച്ച് വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ വരെ, അത് മനുഷ്യരുടെ കൈകളിൽ ബൈബിൾ കിട്ടുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സഭാപിതാക്കന്മാർ അത് നമുക്ക് ക്രമീകരിച്ചു തന്നു എന്നുള്ളതാണ്. നമ്മുടെ ആരാധനാക്രമങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. പാട്ടുകളും പ്രാർത്ഥനകളെല്ലാം മുഴുവൻ വേദപുസ്തകത്തിലെ വാക്യങ്ങളും അല്ലെങ്കിൽ അതിലെ ആശയങ്ങളാണ്. ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഒരു പക്ഷേ വ്യത്യസ്തമായിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആമുഖമായി പിന്നെ ഈ എഴുത്തുകളിലൊക്കെ ആദ്യം എഴുതിയ സുവിശേഷം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷമാണെന്നാണ് വേദപണ്ഡിതന്മാരുടെ നിഗമനം. കാരണം അത് എഴുതിയത് യേശു ദൈവപുത്രനെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. വിശുദ്ധ മത്തായി സുവിശേഷം എഴുതിയത് യഹൂദ സഭയിൽ നിന്ന് വിശ്വാസികളായവരെ പറഞ്ഞ് ബോധ്യമാക്കാനാണ്. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പറഞ്ഞ നമ്മുടെ പിതാക്കന്മാർ കൊടുത്ത വാഗ്ദത്ത പുത്രൻ, അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതൽ പ്രതീക്ഷിച്ചിരുന്ന മശിഹ ലോകരക്ഷകൻ കർത്താവായ യേശുക്രിസ്തു ആണെന്ന് അവർക്ക് ബോധ്യമാകാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ധാരാളം ഉദ്ധരണികൾ അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ജീനിയോളജി പറഞ്ഞത്, അല്ലെങ്കിൽ വംശാവലിയെക്കുറിച്ച് പറഞ്ഞത്. അബ്രാഹാമിൽ തുടങ്ങാത്ത, അബ്രാഹാമിനെ സ്പർശിക്കാത്ത ഒന്നും യഹൂദന്മാരെ വിശ്വസിക്കുകയില്ല, സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് മത്തായി സുവിശേഷകൻ ആ വംശാവലി അബ്രാഹാം മുതൽ പറഞ്ഞത് ആരംഭിക്കുകയാണ്. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷ വംശാവലിയുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 23 മുതൽ യേശുവിന് 30 വയസ്സ് പ്രായമായപ്പോൾ താൻ തൻ്റെ പ്രവർത്തനം ആരംഭിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വംശാവലിയുണ്ട്. യേശുവിൽ പറഞ്ഞ് ആ വംശാവലി പുറകോട്ടാണ് പോകുന്നത്. പുറകോട്ട് പറഞ്ഞ് ആ വംശാവലി ആദം വരെ പോയി. കാരണം ലൂക്കോസ് സുവിശേഷം എഴുതിയതിൻ്റെ ലക്ഷ്യം ജാതികൾക്ക് വേണ്ടിയാണ്. യേശു യഹൂദ സഭയ്ക്ക് വേണ്ടി മാത്രമുള്ള ആളല്ല. അവിടെയാണ് അവൻ വന്നത്, അവിടെയാണ് അവൻ ജനിച്ചത്, അവിടെ ഇടയിലാണ് പ്രവർത്തിച്ചത്. പക്ഷേ യേശുവിൻ്റെ
മനുഷ്യാവതാര ലക്ഷ്യം മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷയാണ്. അതുകൊണ്ട് ആ വംശാവലി ആദം വരെ പോയി. ആദമിൽ ജാതിയോ മതമോ ഇല്ല, അവിടെ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ വംശാവലി അവിടം വരെ പറയാനുള്ള കാരണം. ഈ 3 സുവിശേഷങ്ങളും എഴുതിയതിന് ശേഷം അതിൻ്റെ ദൈവശാസ്ത്രപരമായ ചിന്തകളാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം മറ്റ് സുവിശേഷങ്ങൾക്ക് വ്യത്യസ്തമാണ്. ആദ്യത്തെ 3 സുവിശേഷങ്ങളെ സിനോപ്റ്റിക് ഗോസ്പൽസ് അഥവാ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്നാണ് പറയുന്നത്. യേശുതമ്പുരാൻ ചെയ്തതൊക്കെ അതിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ ഏകദേശം അത് ആ 3 സുവിശേഷങ്ങളെ ഒരുപോലെ ആയതുകൊണ്ടാണ് അതിനെ സമവീക്ഷണ സുവിശേഷങ്ങൾ അഥവാ സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയാൻ കാരണം. യോഹന്നാൻ്റെ സുവിശേഷം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അത് മുഴുവൻ ദൈവശാസ്ത്രമാണ്. സമവീക്ഷണ സുവിശേഷങ്ങൾ യേശു ചെയ്ത വീര്യപ്രവൃത്തികളെ അത്ഭുതങ്ങളെന്ന് പറയുമ്പോൾ യോഹന്നാൻ അതിനെയൊക്കെ അടയാളമെന്നാണ് പറയുന്നത്. അത്ഭുതവും അടയാളവും തമ്മിൽ വ്യത്യാസം. അത്ഭുതം ആ പ്രവൃത്തിയിൽ അത് അവസാനിക്കുകയാണ്. ഇപ്പോൾ ഒരു കർത്താവ് ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, അത് അവൻ്റെ സൗഖ്യത്തിൽ അത് അവിടെ അവസാനിക്കുന്നു. പക്ഷേ യോഹന്നാൻ പറയുന്ന അടയാളം എന്ന് പറഞ്ഞാൽ എന്നാ? ഒന്നീ സംഭവിച്ചതോ സംഭവിക്കാൻ പോകുന്നതായ കാര്യങ്ങളുടെ സൂചന മാത്രമാണ്. ഇപ്പോൾ യോഹന്നാൻ സുവിശേഷൻ അവിടെ പറയാൻ വരുന്നത് യേശു ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയെങ്കിൽ അവൻ്റെ സൗഖ്യം കൊണ്ടത് അവസാനിക്കുന്നില്ല. ലോകമുള്ള കാലത്തോളം എല്ലാ കുഷ്ഠരോഗികൾക്കും ലഭിക്കാൻ പോകുന്ന സൗഖ്യത്തിൻ്റെ ആദ്യത്തെ സംഭവം അടയാളം മാത്രമേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൂ. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതാണ്. അതാണ് യോഹന്നാൻ്റെ ഒരു പ്രത്യേകത. യോഹന്നാനാണ് യേശുവിനോട് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചും ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ഭാഗ്യം ലഭിച്ചതുമായ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണല്ലോ യോഹന്നാൻ ശ്ലീഹ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതാണ് പരിശുദ്ധ സുറിയാനി സഭയുടെ ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മുടെ പിതാക്കന്മാരെടുത്ത് ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷമാണ്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും അതിൻ്റെ പ്രാധാന്യവും കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ മറ്റുള്ള സുവിശേഷങ്ങളെക്കാൾ കൂടുതൽ വിശദീകരിച്ചിട്ടുള്ളതൊക്കെ വിശുദ്ധ യോഹന്നാനാണ്. അപ്പോൾ അതിനകത്ത് മറ്റ് ഉപമകളോ മറ്റ് കാര്യങ്ങളോ ഒന്നും യോഹന്നാൻ്റെ സുവിശേഷത്തിലില്ല. കാനാവിലെ സംഭവം ഒക്കെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരു പ്രത്യേകത യോഹന്നാൻ്റെ സുവിശേഷവും മറ്റ് സുവിശേഷങ്ങളുമായിട്ടുള്ളത് യേശുവിൻ്റെ ക്രൂശീകരണം നടന്നതായ ഡേറ്റാണ്. യേശുവിൻ്റെ ക്രൂശീകരണം നടന്ന ഡേറ്റ് യോഹന്നാൻ്റെ സുവിശേഷവും മറ്റ് സുവിശേഷങ്ങളും തമ്മിൽ വ്യത്യാസമാണ്. നിങ്ങളത് സമയം പോലെ വായിക്കുക. ഞാൻ എൻ്റെ റെഫറൻസ് പറയാം. മത്തായിയുടെ സുവിശേഷം 26:17, മർക്കോസിൻ്റെ സുവിശേഷം 14:12, ലൂക്കോസിൻ്റെ സുവിശേഷം 22:1-7 വാക്യങ്ങൾ എന്നൂടെ പറയാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 26 വാക്യവും അതിൻ്റെ 17 വാക്യവും, മർക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 12 വാക്യം, ലൂക്കോസിൻ്റെ സുവിശേഷം 22 അധ്യായം അതിൻ്റെ 7 വാക്യം. 1 വാക്യവും വേണേൽ വായിക്കാം, 7 വാക്യം വായിക്കുക. അവിടെ അത് അപ്പം ആ വേദഭാഗം അനുസരിച്ച് കർത്താവിൻ്റെ ക്രൂശീകരണം നടന്നത് പെസഹായുടെ പിറ്റേ ദിവസമാണ്. തലേ ദിവസം വൈകിട്ട് കർത്താവ് പഴയ നിയമ പെസഹ ആചരിക്കുന്നു. പുതിയ നിയമ പെസഹായ വിശുദ്ധ കുർബാന കർത്താവ് മർക്കോസിൻ്റെ മാളികയിൽ അർപ്പിക്കുന്നു. അന്ന് രാത്രി കർത്താവ് പിടിക്കപ്പെടുന്നു. പിറ്റേ ദിവസം കർത്താവ് ക്രൂശിക്കപ്പെടുന്നു. എന്നാൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് യേശു ക്രിസ്തു പിടിക്കപ്പെടുന്നത് യഥാർത്ഥ പെസഹായുടെ തലേ ദിവസമാണ്. യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത് യഥാർത്ഥ പെസഹ ആരംഭിക്കുന്നതിന് മുൻപാണ്. അതായത് പെസഹ പെരുന്നാളിലാണ്. പെസഹ പെരുന്നാൾ മുതൽ 7 ദിവസത്തേക്കാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്നറിയപ്പെടുന്നത്. പെസഹായുടെ ദിവസം മുതൽ അടുത്ത 7 ദിവസം പുളിപ്പൊന്നും ഭവനങ്ങളിൽ കാണാൻ പാടില്ല. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ്. അപ്പം യോഹന്നാൻ്റെ സുവിശേഷം നിങ്ങൾ ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. യോഹന്നാൻ്റെ സുവിശേഷം 18 അധ്യായത്തിൻ്റെ 28 വാക്യം, 19 അധ്യായത്തിൻ്റെ 14-31 വാക്യങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം അതുപോലെ 13-1 വാക്യം. ഒന്നുകൂടെ പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 18 അധ്യായത്തിൻ്റെ 28 വാക്യവും 19 അധ്യായത്തിൻ്റെ 14-31 വാക്യങ്ങളും, യോഹന്നാൻ്റെ സുവിശേഷം 13 അധ്യായത്തിൻ്റെ 1 വാക്യവും. അവിടെ അവർ പറയുന്നത്
അവിടെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് എന്താണ്? യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയപ്പോൾ അവർ യേശുവിനെ അല്ലെങ്കിൽ യഹൂദന്മാരെ അകത്തളത്തിലേക്ക് അവർ പ്രവേശിച്ചില്ല. കാരണം അന്ന് പെസഹായുടെ ഒരുക്കനാളായതുകൊണ്ട് അശുദ്ധരാകാതിരിക്കേണ്ടതിന് അവരകത്ത് പ്രവേശിച്ചില്ലെന്ന്. എന്ന് പറഞ്ഞാൽ അന്ന് വൈകിട്ടാണ് പെസഹ ആചരിക്കുന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുന്ന നമുക്ക് മനസ്സിലായി. എന്നാൽ യോഹന്നാൻ്റെ ദൈവശാസ്ത്രം എന്തെന്ന് ചോദിച്ചാൽ, യേശു തമ്പുരാൻ ക്രൂശിൽ മരിക്കുന്നത് പഴയ നിയമ പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ട സമയത്താണ് യേശു കാൽവറിയിൽ യാഗമാകുന്നതെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഭവനത്തിലും 9 മണിക്ക് 6 മണി കഴിഞ്ഞ് 9 മണിക്കിടയ്ക്കാണ് പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നു. അന്ന് സന്ധ്യയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പത്തോട് ചേർത്ത് ഈ കുഞ്ഞാടിനെ മാംസം ഭക്ഷിച്ച് പെസഹ ആചരിക്കുകയാണ്. അപ്പോൾ പഴയ നിയമ പെസഹായുടെ മുഴുവൻ പൂർത്തീകരണമായിരുന്നു യേശു ക്രിസ്തുവാകുന്ന കുഞ്ഞാടിൻ്റെ കാൽവറി യാഗമെന്ന് ഉള്ള ആ വലിയ ദൈവശാസ്ത്രം, ആ ചിന്തയാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. മറ്റ് സുവിശേഷങ്ങളിൽ അതിൻ്റെ തലേ ദിവസം യേശു പെസഹ ആചരിച്ചു കഴിഞ്ഞു. പെസഹായുടെ പുളിപ്പില്ലാത്ത ദിവസം ആരംഭിച്ചിട്ട് പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ് യേശുവിൻ്റെ മരണം സംഭവിക്കുന്നത്. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം നേരെ തിരിച്ചാണ്. അന്ന് ആ വെള്ളിയാഴ്ച വൈകിട്ട് മുതലാണ് പെസഹ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുൻപ് പെസഹ കുഞ്ഞാടിനെ ഭവനങ്ങളിൽ അറുക്കേണ്ട സമയത്ത് യേശുവിൻ്റെ കാൽവറി യാഗം നടന്നു എന്നാണ് വിശുദ്ധ യോഹന്നാൻ. ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ സമവീക്ഷണ സുവിശേഷങ്ങളും യോഹന്നാൻ്റെ സുവിശേഷവും തമ്മിലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുക. അപ്പം അത് ആ ദൈവശാസ്ത്രപരമായ ചിന്തകൾ. പിന്നെ യോഹന്നാനാണ് ഇതിനെല്ലാം ഏറ്റവും കൂടുതൽ മറ്റ് ശിഷ്യന്മാരെക്കാൾ കൂടുതൽ കർത്താവിനോട് ചേർന്ന് നടക്കുകയും കൂടുതൽ സാക്ഷ്യത്തിന് കാരണമാവുകയൊക്കെ ചെയ്ത ആൾ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതായിരിക്കണം ശരിയാകാനുള്ളത്. മറ്റേവർക്കൊരു ദിവസം ചിലപ്പോൾ തെറ്റിപ്പോയതാവാം. ഞാൻ പറഞ്ഞല്ലോ 10-35 വർഷങ്ങൾക്ക് ശേഷം അല്ലെ 10-40 വർഷങ്ങൾക്ക് ശേഷമാണ് എഴുതുമ്പോൾ ഓർമ്മയിൽ നിന്നാണ് എഴുതി വന്നത്. അപ്പോൾ ഇന്നത്തെ പോലെ ഡയറി കുറിപ്പുകളൊന്നും അക്കാലങ്ങളിൽ ഇല്ലല്ലോ എഴുതി വെക്കാൻ. അപ്പോൾ ആ ഓർമ്മയിൽ നിന്ന് എഴുതുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് സാധിക്കും. അതുകൊണ്ട് വേദപുസ്തകം തെറ്റാണെന്നല്ല അർത്ഥം, അതിൻ്റെ ആ ദൈവശാസ്ത്രപരമായ ചിന്തയും മറ്റ് ഒക്കെ ആണെന്നുള്ളത് നമ്മളത് കൊണ്ട് മനസ്സിലാക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇനി മുന്നോട്ട് നമ്മൾ ബൈബിൾ വായിച്ച് മുന്നോട്ട് പോവുകയാണ്. വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസത്തെയും വായന ഭാഗങ്ങൾ നിങ്ങളെ അറിയിക്കും. അതിനുശേഷം അതിനുള്ള വിശദീകരണങ്ങൾ ഇതുപോലെ പുറകാലെ ഞാൻ ഓരോ വീഡിയോ ക്ലിപ്പുകളായിട്ട് എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അത് ശ്രമിക്കുന്നതാണ്. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇത് വായിക്കാൻ തുടങ്ങുന്നത് പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം. ഇത് എഴുതപ്പെട്ടത് ദൈവാത്മാവിലാണ്. ദൈവാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ആന്തരികമായ അർത്ഥങ്ങളെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. വായിക്കുന്ന ഭാഗങ്ങൾ നമ്മുടെ മനസ്സിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ക്രിയ ചെയ്യണം. അപ്പോൾ മാത്രമേ ആ വേദപുസ്തക വായനയ്ക്ക് അവിടെ പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് വെറുതെ വായിക്കാൻ വേണ്ടി ആരും വിശുദ്ധ ബൈബിൾ വായിക്കരുത്. വായിക്കുന്ന ഭാഗങ്ങൾ ഒരു ദിവസം നമ്മൾ വലിയ അധ്യായങ്ങളാണ് 2 അധ്യായങ്ങൾ, ചെറിയ അധ്യായങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അത് 3 അധ്യായങ്ങളാക്കി നിങ്ങളോട് പറയും. അത് 1, 2, 3 പ്രാവശ്യം ഒരു ദിവസം നിങ്ങൾ ആവർത്തിച്ച് വായിക്കുക. വായിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി നമ്മൾ വായിക്കുക. മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ വായിക്കുക. ശ്രദ്ധാപൂർവം വായിക്കാൻ നമ്മൾ ഓർക്കണം. ഇത് വെറും പത്രം വായിക്കുന്ന ലാഘവത്തോട് വിശുദ്ധ ബൈബിൾ വായിച്ച് നമ്മൾ വിടാൻ പാടില്ല. അത് വെറുതെ വായിച്ച് വിടാനുള്ളതല്ല, പഠിക്കാനുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ നമ്മിൽ നടത്താനുള്ളതാണ്. ആ രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ വലിയ പ്രാർത്ഥനയിൽ ബലഹീനനായ എന്നെ സ്മരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവനാമം ഇത് മഹത്വപ്പെടട്ടെ.